മദ്യവിൽപ്പന പ്ലാസ്റ്റിക് കുപ്പി പാളിയോ? പുനരാലോചനയുമായി ബെവ്കോ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് അധിക വില ഈടാക്കുന്ന പദ്ധതി പരീക്ഷണഘട്ടത്തിൽ പാളിയതോടെ ബിവറേജസ് കോർപ്പറേഷനിൽ പുനരാലോചന. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ 20 വിൽപ്പനശാലകളിലാണ് സെപ്റ്റംബർ 10 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് 20 രൂപ അധികം ഈടാക്കുന്നത്. കുപ്പി തിരികെ നൽകുമ്പോൾ പണം തിരികെ കിട്ടും. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാത്തതും ബ്രാൻഡ് അളവ് വ്യത്യാസമില്ലാതെ ഒറ്റയടിക്ക് 20 രൂപ കൂടിയതോടെ ഉപഭോക്താക്കളുടെ എതിർപ്പുയർന്നതുമാണ് പ്രശ്നമായത്. കുപ്പികളിൽ പതിക്കുന്ന സ്റ്റിക്കറിന്റെ അച്ചടി നിർത്തിവെക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയതോടെയാണ് പദ്ധതി നിർത്തുകയാണെന്ന സംശയമുയർന്നത്. ആവശ്യത്തിന് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നിർത്തിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇതിനിടയിൽ വിൽപ്പനശാലകളിൽ മദ്യക്കുപ്പികൾ പേപ്പറിൽ പൊതിഞ്ഞു നൽകുന്നത് ഈ മാസത്തോടെ അവസാനിപ്പിച്ചു. പകരം തുണിസഞ്ചി വിൽപ്പനയ്ക്കുണ്ടാവും. 15 രൂപയുടെയും 20 രൂപയുടെയും സഞ്ചിയാണ് വിൽക്കുക. അധിക വില ഈടാക്കി തുടങ്ങിയതോടെ ഷോപ്പുകളിൽ ഉപഭോക്താക്കളും ജീവനക്കാരും തമ്മിൽ തർക്കം പതിവാണ്. പദ്ധതി നടപ്പാക്കിയ ഷോപ്പുകളിൽ കച്ചവടം കുറഞ്ഞതായി ജീവനക്കാർ പറയുന്നു. കൺസ്യൂമർ ഫെഡിന്റെ ഷോപ്പുകളിൽ വിൽപ്പന കൂടുകയും ചെയ്തു. ആവശ്യമായ സാധനങ്ങൾ ഒരുക്കുന്നതുവരെ പദ്ധതി നിർത്തിവെക്കണമെന്ന് ഷോപ്പ് മാനേജർമാരും ജീവനക്കാരുടെ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു. കുപ്പി പെട്ടെന്ന് തന്നെ തിരിച്ചു നൽകാനായി വിൽപ്പനശാലകളുടെ പരിസരത്ത് പരസ്യ മദ്യപാനം പെരുകിയതോടെയാണ് മാനേജർമാർ പരാതിയുമായി എത്തിയത്. 1130 രൂപ വേതനം നൽകിയാണ് തിരിച്ചെത്തുന്ന കുപ്പി ശേഖരിക്കാൻ ഷോപ്പുകളിൽ ആളെ വെച്ചത്. കുടുംബശ്രീ പ്രവർത്തകർ ചിലയിടത്ത് ജോലിക്കെത്തിയെങ്കിലും 1-2 ദിവസം കൊണ്ട് തന്നെ പണി മതിയാക്കി. ഉപയോക്താക്കളുടെയും ജീവനക്കാരുടെയും പ്രയാസങ്ങൾ ചർച്ച ചെയ്തു വരുന്നതായി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഹർഷിത അത്തലൂരി മാതൃഭൂമിയോട് പറഞ്ഞു. ജനുവരിയോടെ മുഴുവൻ വിൽപ്പനശാലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ആലോചിക്കുന്നതെന്നും അവർ പറഞ്ഞു. പഴയ പത്രക്കടലാസിൽ കുപ്പികൾ പൊതിഞ്ഞു നൽകുന്നത് ഒക്ടോബർ 1 മുതൽ അവസാനിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം റീജിയണൽ മാനേജർമാർക്കും വെയർഹൌസ് മാനേജർമാർക്കും നൽകിയിട്ടുണ്ട്.